ആരോഗ്യപൂർണ്ണ അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നിവാസികളോടും നല്ലവരായ നാട്ടുകാരോടും നല്ലവരായ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ നഗരസഭ ചെയർമാൻ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആമുഖ പ്രശ്നം നടത്തിയ എന്നുള്ളത് തന്നെയാണ് നമ്മളേറെ സന്തോഷിപ്പിക്കുന്നത്. ഇതിനു മുമ്പെല്ലാം തന്നെ കോർപ്പറേഷനുകളെയാണ് ഇതിനായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോർപ്പറേഷനുകൾ അവർക്കാണ് ഇതിനുള്ള അവസരം ലഭ്യമായിരുന്നത്. പക്ഷേ ഇന്ന് നിലമ്പൂരിനെ തിരഞ്ഞെടുക്കാൻ അതൊരു സുപ്രഭാതത്തിൽ നടന്നൊരു കാര്യമാണ്. നിരന്തരമായിട്ടുള്ള കഴിഞ്ഞ 2-3 വർഷത്തെ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടികയിലേക്ക് നിലമ്പൂർ നഗരസഭ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വയം പര്യാപ്തമായുള്ള ഒരു ഗ്രാമം എന്നുള്ള നമ്മുടെ ഒരു സങ്കല്പം തന്നെയുണ്ട്. ഗാന്ധിജിയുടെ ഒക്കെ തന്നെ അവർ ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഗ്രാമം എന്നുള്ളത് സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാശയം മുമ്പേ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷവുമൊക്കെ തന്നെ ഗാന്ധിജിയെ പോലുള്ള മഹാരഥന്മാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നമ്മുടെ നിലമ്പൂർ, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണവൽക്കരണം വന്ന സമയത്ത് എന്തെങ്കിലും കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല. ബേസിക്കലി മനസ്സിലാക്കുക, കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല. അതുപോലെ ഒരു സെർബൽ പാൾസി ഉള്ള ഒരു കുട്ടിയോ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയോ അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോ ജനിച്ചു വീഴുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്ത തെറ്റുകൊണ്ടോ ആ കുട്ടിയുടെ പാരൻസ് ചെയ്ത തെറ്റുകൊണ്ടോ അല്ല എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മുന്നോട്ടിറങ്ങണം. ദാറ്റ്സ് ഫസ്റ്റ്. രണ്ടാമതൊരു കാര്യം, ഇത്തരത്തിലൊരു ഡിസബിലിറ്റി നമുക്കുണ്ടെങ്കിൽ, ഞാൻ ആ വാക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ലോകം മുഴുവൻ അങ്ങനെ പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ലൈഫ് ലോങ് ആണ്. അത് ക്യൂറബിൾ അല്ല. ഓട്ടിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ക്യൂറബിൾ അല്ല. പക്ഷെ ആ ഓട്ടിസം ഉള്ള കുട്ടിയെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ കുട്ടിയുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അപ്പൊ അതിന് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾ ചേർത്ത് പിടിക്കുക. ഞങ്ങളൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ, ഞങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിലാണ് ഈ കുട്ടികളെ പൊട്ടനെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നത്, അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ല. അവർക്കൊക്കെ അതിനെ പറ്റി ഒരു ബോധമുണ്ട്. അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുക. ദാറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? അതാണ് വേണ്ടത്. ഓക്കെ. ഡിസബിലിറ്റി എന്ന് പറഞ്ഞു. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചില ഈ വിഭാഗത്തിൽ തന്നെയുള്ള ചില വ്യക്തികൾ പലപ്പോഴും പറയാറുള്ളത് എന്നെ ഡിസബിലിറ്റി ഉള്ള ആളാണെന്ന് പറയരുത് എന്ന് പറയാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ്, അപ്പോൾ അത് ഡിസബിലിറ്റി ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയിലാണെങ്കിൽ പോലും ഭിന്നശേഷിക്കാർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ദിവ്യാംഗ് എന്നൊക്കെ പലപ്പോഴും ട്രെയിനിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ ആക്ട് ഏത് രീതിയിലാണ് അതിനെ കൃത്യമായിട്ട് ആ ഒരു ഈ പറയുന്ന വിഭാഗം ആൾക്കാരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായ ക്ലാരിറ്റി ഇല്ല. പക്ഷേ നമ്മൾ ഡിസബിലിറ്റി എന്നാണോ ഉപയോഗിക്കേണ്ടത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണ്. നമ്മളെപ്പോലും പലപ്പോഴും ഈ ഭിന്നലിംഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങേയറ്റം അരോചകവും ദേഷ്യവും തോന്നാറുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ ആ വ്യക്തിയോട് സംബോധന ചെയ്യുമ്പോൾ അത് അവരോട് നമ്മൾ ചോദിക്കലാണോ അതോ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്ക് നമ്മൾ ആ രീതിയിൽ തന്നെ പ്രയോഗിക്കുന്നതാണോ ഉചിതം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പലരും ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ ഡിസബിലിറ്റി എന്ന് പറയുന്ന വാക്കിന് ഒരു കുറവുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഡിസബിലിറ്റി. അതാണ്
പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഭിന്നമായ ശേഷിയുള്ള കുട്ടികളെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോകത്തിൻ്റെ പട്ടികയിൽ ലോകം മുഴുവൻ ലോകാരോഗ്യ സംഘടനയും വേൾഡ് ബാങ്കും ഒക്കെ ഉപയോഗിക്കുന്നത് ഡിസബിലിറ്റി എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ഡിസബിലിറ്റിയാണ്. പക്ഷെ നമ്മളോട് പറയും അങ്ങനെ പറയരുത് എന്ന് പറയും. പക്ഷേ PWD എന്ന വാക്കിൻ്റെ മുഴുവൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. RPWD എന്ന് പറയുമ്പോൾ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ്. ഇപ്പോൾ കാസർഗോഡ് നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളെല്ലാം വേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടൊരു പദ്ധതി, ഒരു ലാൻഡൊക്കെ മേടിച്ചു. അപ്പോഴേക്കാണ് ഈ സോഷ്യൽ മീഡിയ ആക്രമണം വന്ന് നമ്മളൊന്ന് പിന്നിലേക്ക് വലിഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരിക്കലും ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. പക്ഷേ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതും ലോകാരോഗ്യ സംഘടനയും വേൾഡ് ബാങ്കും എല്ലാം അംഗീകരിച്ചിരിക്കുന്നതും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിരിക്കും എല്ലാം ഡിസബിലിറ്റി എന്ന വാക്ക് തന്നെയാണ്. പറയണമെന്നാണ് പറയുന്നത്. കാരണം ഇറ്റ്സ് എ ഡിസബിലിറ്റി. ഇപ്പം നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടിയെ ഇറ്റ്സ് എ ഡിസബിലിറ്റി അല്ലേ? അവർക്ക് കാഴ്ച എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കേൾവി എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അല്ലേ? അതെ, അതുകൊണ്ടാണ്.
നന്ദി.